നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. അതുപോലെ നമുക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കടുവയെ കൊന്നു, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ രണ്ട് സംഭവങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതിരിക്കും. ഒന്നാമത്തേത് ചെന്താമരയെ തേടി പോലീസ് നടക്കുന്നു. രണ്ടാമത്തേത് ഷെറിന് കഴിഞ്ഞു, കാലാവധി കഴിഞ്ഞു. പറയൂ, ചെന്താമരയുടെ കേസിൽ സംഭവിച്ചു. സത്യത്തിൽ എനിക്ക് കേരള പോലീസിനോട് ലജ്ജ തോന്നുന്നുണ്ട്. ആ പാവപ്പെട്ട കുട്ടികൾ, ഈ മനുഷ്യൻ, അദ്ദേഹം തമിഴ്നാട്ടിലെ മറ്റു ജോലി നോക്കുന്ന ഒരാളാണ്, നിരന്തരമായി ഇയാൾ ശല്യക്കാരനാണെന്ന്, ഇയാൾ വധഭീഷണി മുടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ട് അതൊന്ന് അന്വേഷിക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇവർ സമാധാനിപ്പിച്ച് വിട്ടുമെന്നാണ് പറഞ്ഞ പോലീസ്. എന്ത് സമാധാനം? ഈ കുട്ടികളുടെ അമ്മ, അതായത് സുധാകരൻ്റെ ഭാര്യയെ കൊന്നത് ഇയാൾ തന്നെയാണല്ലോ, സജിത്തെ കൊന്നത് 2019. എന്തൊരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ പോലീസിന്. അതായത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ആദ്യം നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കള്ള ജ്യോത്സ്യന്മാരുണ്ട്. ഞാൻ പറഞ്ഞ ഇപ്പം ഇത് ഞാനൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തപ്പോൾ എൻ്റെ അടിയിൽ ജ്യോത്സ്യന്മാരെ കള്ളന്മാരാന്ന് പറയുന്ന ആളുകളുണ്ട്. ആ വിശ്വാസം എനിക്കില്ല. നല്ല ജ്യോത്സ്യം അറിയാം. പ്രകൃതി, നക്ഷത്രങ്ങളെ, സൂര്യൻ, ചന്ദ്രൻ, ഇതൊക്കെ നമ്മുടെ കാരണം പണ്ട് കാരണവന്മാർ ഈ പ്രകൃതിയുടെ ലക്ഷണങ്ങൾ കൊണ്ടായിരുന്നല്ലോ ജീവിച്ചിരുന്നു. അതെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അത് വളരെ കൃത്യമാണ്. എനിക്ക് രണ്ട് കാര്യങ്ങൾ അറിയാം. ഉദാഹരണത്തിന്, നമ്മൾ ഈ കൃഷി ചെയ്യാൻ നേരത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കൃഷി ചെയ്യാൻ നേരത്ത് കപ്പത്തടി മുറിക്കുന്നു അല്ലെങ്കിൽ ചേന മുറിക്കുന്നു, ഇത് ഇരുട്ടിലായിരിക്കണം. ഇപ്പം നമ്മൾ നിലാവത്താണ് മുറിക്കുന്നത് വെച്ചോളൂ, അതിന് ഉണ്ടാകത്തില്ല, ഫലം ഉണ്ടാവില്ല. ഇല്ല. അത് നമ്മൾ ഇതിന് പക്കം നോക്കും, ഇരുട്ട് പക്കം നോക്കിയേ നമ്മൾ ചെയ്യത്തുള്ളൂ. അതായത് വൈകുന്നേരം ഇരുട്ടായിരിക്കണം. വൈകുന്നേരമാണ് നമ്മൾ മുറിച്ചൊക്കെ വെക്കുന്നത്. വൈകുന്നേരം നിലാവാണെങ്കിൽ അത് മുറിച്ചാൽ പോയി. അതുപോലെ തന്നെ തടി, നിങ്ങൾ തടി മുറിച്ച് അറുത്ത് വെച്ചോളൂ, അത് കുത്തിച്ചു പോകും. ഇതൊക്കെ ശരിക്കും. ഇപ്പം വാഴക്കൊല നമ്മൾ ആളുകൾ വന്ന് കൈപ്പുണ്യം എന്ന് പറയും. ഇപ്പം എൻ്റെ കൂടെ പയ്യനുണ്ടല്ലോ, എൻ്റെ ഒരു പയ്യനുണ്ട്, മനു. അവൻ ഈ സാധനത്തിൻ്റെ അറ്റം വെട്ടിയാൽ, ഈ വാഴക്കൊലയുടെ ഈ എന്തോ അതിന് പറയുന്നത്, കാളാമുണ്ട്, ആ വെട്ടിയ ഇത് പഴുക്കത്തിരുന്ന് കരിഞ്ഞു പോകും. അതൊരു സത്യമാണ്. അത് പലരെ കുറിച്ചുള്ള ഒരു വിഷയമാണത്. അപ്പൊ അവരാണ് വെട്ടിക്കൊണ്ടുവരുന്നെങ്കിൽ ഞാനത് ഒന്നുകൂടെ വെട്ടിയുടെ വെക്കത്തുള്ളൂ. അല്ല ഇതൊക്കെ സത്യമാണ്. അത്ര സൂര്യനും ചന്ദ്രനൊക്കെ നമ്മൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. വാവെടുക്കുമ്പോൾ മനുഷ്യർക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ വരുന്നില്ല. പക്ഷേ ഭാവിയെക്കുറിച്ച് പറയുന്ന കാര്യത്തിൽ ജാഗ്രതയാണ്. ഈ ഭാവി പറയുന്നതിൽ ഭൂരിപക്ഷവും തട്ടിപ്പാണ്. കാരണം ബൈബിളിൽ കിടപ്പുണ്ട്, ആ നിമിഷത്തെക്കുറിച്ച് സർവശക്തനായ പിതാവിനല്ലാതെ ആർക്കും അറിയില്ല. അടുത്ത നിമിഷം സംഭവിക്കുമെന്ന് ദൈവത്തിന് അറിയോ? അത് ഒരിക്കലും അതൊരു ജ്യോത്സ്യന് ഒരാളുടെ ഭാവി പറയാൻ കഴിയും. പക്ഷേ മനുഷ്യൻ അറിയാൻ ആഗ്രഹിക്കുന്നത് ഭാവിയാണ്. അതുകൊണ്ട് സകല കള്ള ജ്യോത്സ്യന്മാരും പിടിച്ചു നിൽക്കുന്ന ഭാവി പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ ടൈപ്പ് ആളുകൾ ഇവർ ജ്യോത്സ്യന്മാരല്ല, ഇവർ വ്യാജ ആത്മീയക്കാരാണ്. ജ്യോതിഷം അറിയാവുന്ന രീതിയിലായിരിക്കും പലപ്പോഴും പറയുന്നത്. ജ്യോതിഷം പഠിച്ചിട്ടുള്ളവർ ഇതിനെക്കുറിച്ച് ഒന്നും കാണില്ല. ഈ വരുന്നവൻ്റെ പിന്നെ വീട്ടിലെ കാര്യം അല്ലെങ്കിൽ ചരിത്രം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചൊരു തട്ടുന്നതാണ് പലപ്പോഴും ഇവരുടെ പരിപാടി. അത് പലപ്പോഴും വളരെ പേടിപ്പെടുത്തുക. ഇതിനകത്തെ ഈ കൈരേഖ നോക്കിയും മുഖം നോക്കിയും ഒക്കെ പറയാനുള്ള ഒരു ബിരുദമുള്ളവരുണ്ട്. ഇപ്പം നമ്മൾ ഈ വഴിയെ പോകുമ്പോഴൊക്കെ ചുമ്മാതെ ഞാൻ ഈ തത്തയും കൊണ്ട് നോക്കിക്കുന്ന ടീംസിനെ കാണിക്കുമ്പോൾ ഇത് കുറച്ച് നേരം തോന്നും. അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? ഒരുപക്ഷെ അവർ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനത്തിൽ വെച്ച് പറയുന്നതായിരിക്കും. എന്നെ ഒരു അത്ഭുതപ്പെടുത്തിയൊരു സംഭവമുണ്ട്. എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയത്ത് മറേണ്ടവരിയ്ക്കുമ്പോൾ ഈ കൈ നോക്കുന്ന ഒരു അമ്മമാരൊക്കെ അവിടെ വരും. അപ്പം കൈ നോക്കാൻ ഇല്ല വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആസനാസ്ത്രം എനിക്ക് വിശക്കും, പൈസ ഇല്ല, കഷ്ണം കഴിക്കണം, നോക്കിയാൽ പൈസ. അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി, കൈ നീട്ടി കൊടുത്ത്. അവർ പറഞ്ഞു, നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങൾക്ക് 12 ദിവസം സർജറി നടത്തിയിട്ടില്ലേ വെച്ച്. സത്യമായിരുന്നത്. അത് എന്നെ അത്ഭുതപ്പെടുത്തി ശരിക്കും പറഞ്ഞല്ല. അത് പലതും അവർ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഭാവി പ്രവചിക്കാൻ ശ്രമിക്കുന്നവർ ഞാൻ ഇതുവരെ ഒരു ജ്യോത്സ്യനും ഭാവി പ്രവചിച്ച് കണ്ടിട്ടില്ല. അങ്ങനെ ഭാവി പ്രവചിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ഈ എല്ലാ കാര്യങ്ങളും എളുപ്പമല്ലേ. കോവിഡ് ആരും പ്രവചിച്ചില്ലല്ലോ. കോവിഡ് എല്ലാം പോട്ടെ, എല്ലാ കാര്യങ്ങളും എളുപ്പമല്ലേ. ഇപ്പം എത്ര കാലം ജീവിച്ചിരിക്കുന്നു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ. എല്ലാ കാര്യങ്ങളും അത് വളരെ സിമ്പിളല്ലേ. ഇപ്പം നമ്മൾ 2 കൊല്ലം കഴിഞ്ഞ് ചത്തുപോകാനാണെങ്കിൽ പിന്നെ ഇത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്കുള്ള സാധനം കൊണ്ട് ജീവിച്ചു പോയപ്പോരെ. അപ്പോൾ ഈ ഭാവി പ്രവചനം എന്ന് പറയുന്ന തട്ടിപ്പ് അതാണ്. അതേപോലത്തെ ഒരു പ്രവാചകനാണ് ഇവൻ പറഞ്ഞത്. ഇയാളുടെ ഭാര്യ പിണങ്ങിപ്പോയത് നീണ്ട മുടിയുള്ള അയൽക്കാരിയുടെ സ്ത്രീയുടെ ഇതിലാണെന്ന് ആലോചിച്ച് നോക്കി. ഇത് വിശ്വസിച്ചവനെ സമ്മതിക്കേണ്ട ആദ്യം. അല്ല, അവൻ സൈക്കോയാണല്ലോ. അവൻ ഏത് ക്ഷേത്രങ്ങളിലും ഏത് അന്ധവിശ്വാസങ്ങൾക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനാണ്. അപ്പം അവൻ്റെ ഭാര്യ പറയുന്നത് ഇയാളുടെ കയ്യിൽ നിൽക്കുന്ന കൊടുവാൾ കണ്ട് പേടിച്ചിട്ടാണ് പോയതെന്നാണ്. ഇയാൾക്കൊരു കൊടുവാളുണ്ട്, കൊടുവാളെടുത്ത് ഉയർത്തും.
അപ്പൊ പേടിച്ചിട്ട് അവർ ജീവൻ സ്വാഭാവികം രക്ഷിച്ചു. മനുഷ്യല്ലേ കൊടുവാളെടുത്ത് നിൽക്കുകയാണെങ്കിൽ ആരാലും ഓടൂല്ലേ? അപ്പൊ ഈ കൊടുവാളും കൊണ്ട് ഓടിയ ഒരുത്തൻ്റെ ഭാര്യ അവൻ രക്ഷപ്പെട്ടു. അവൻ്റെ എന്നിട്ട് സഹിക്കാൻ വയ്യാത്തത് ഈ സജിത എന്ന് പറയുന്ന സ്ത്രീ അവർ കൊല്ലുന്നു. കൊന്നതിന് ശേഷവും ഇയാൾ പറയുന്നുണ്ട് ഇനിയും അരിഞ്ഞു വീഴ്ത്താൻ ആളുകളുണ്ടെന്ന്. ഇനിയും ഉണ്ടെന്നാ മതി. ഇവരെ കൊന്നതിന് ശേഷം ഇനിയും പറയുന്നുണ്ട് ഇനിയും ആളുണ്ടെന്ന് ലിസ്റ്റിൽ. അവിടെയാണ് എനിക്ക് പിണറായി വിജയനോടും ഈ പോലീസിനോടും പുച്ഛം ആരംഭിക്കുന്നത്. അപ്പോൾ 2019 കൊലപാതകം നടത്തി. ഇയാൾക്ക് ശിക്ഷ വിധിച്ചിട്ടില്ല. 6 വർഷമായിട്ടും ഇതുവരെ വിചാരണ പൂർത്തിയായിട്ടില്ല. ജാമ്യം ഇറങ്ങി നിൽക്കുകയാണ് ഇയാൾ. അല്ല, അതിപ്പോഴാണ് ജാമ്യം കിട്ടുന്നത്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നമാണ്. ഈ വാർത്താ പ്രാധാന്യം നേടുന്ന കേസുകൾക്ക് മാത്രമേ പെട്ടെന്ന് പൂർത്തിയാവൂ. ഇപ്പം അത് സത്യമാണത്. ഈ കാരണവരുടെ കേസില് 2009 നവംബറിലാണ് കൊലപാതകം നടക്കുന്നത്. 2010 10 ജൂണിൽ ശിക്ഷിച്ചു, 6-ാം മാസം ശിക്ഷിച്ചു. പല കേസുകളും അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ വാർത്താ പ്രാധാന്യം നേടാത്ത പാവപ്പെട്ടവരുടെ കൊല ചെയ്യപ്പെട്ടാൽ അവർ 2009 സംഭവിച്ച കേസാണ്. അല്ല, ഇദ്ദേഹത്തെ 2019 സംഭവിച്ച 6 കൊല്ലമായി 25 ആ കൊലപാതകത്തിന് വിചാരണ തുടങ്ങിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ കോടതിയുടെ ഉള്ള ഒരു നിയമമനുസരിച്ച് വിചാരണ തടവുകാരനായി ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ അവരെ ജയിലിടാൻ പറ്റത്തില്ല. അപ്പോൾ പലരും കോടതിയെ കുറ്റം പറഞ്ഞു. കോടതി എന്തിനേക്ക് ജാമ്യം കൊടുത്തു? വിചാരണ തടവുകാരായി ദീർഘകാലം ഒരാളെ തടവിലിടാൻ പറ്റത്തില്ല. എല്ലാവരും ജാമ്യം കിട്ടി പുറത്തിറങ്ങി. എല്ലാവരും 3 മാസമാണ് കാലാവധി. കൊലപാതകത്തിനാണ് കുറച്ചു കൊടുക്കുന്നത്. ഇപ്പം ദിലീപിനൊക്കെ 3-ാം മാസം കിട്ടി. ഒരു കുറ്റത്തിന് 3 മാസത്തിലധികം ജയിലിലടയ്ക്കണമെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കണം. കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അയാളെ ജയിലിലിടേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ ഗ്രീഷ്മയ്ക്ക് പോലും ജാമ്യം കിട്ടി. പക്ഷേ ഈ ജാമ്യം കൊടുക്കാതിരിക്കാം. എവിടെയാണെന്നറിയാമോ? പോലീസ് കൃത്യമായി പ്രോസിക്യൂഷനെ ബ്രീഫ് ചെയ്യണമായിരുന്നു. ഇയാൾ അപകടകാരിയാണ്, അയാളുടെ ഭാവിയിൽ അയാളുടെ ഭാര്യയും ഭർത്താവും മക്കളോടുണ്ട് എന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അത് ചെയ്തില്ല. ആദ്യത്തെ വീഴ്ച. രണ്ടാമത്, ഇയാൾക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞിട്ട് 45 ദിവസമായിട്ട് ഇയാൾ ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ജാമ്യ ലംഘനമാണ്. അതായത് ജാമ്യ വ്യവസ്ഥ ഇപ്പം ഏത് കേസിൽ, ഇപ്പം എനിക്കെതിരെ സർക്കാർ ഒരു 2 ഡസൻ കേസെടുത്തിരുന്നു 1.5 കൊല്ലം മുമ്പ്, ജാമ്യമില്ല വകുപ്പ്. ഈ കേസിൽ എല്ലാത്തിനും എനിക്ക് മുൻകൂർ ജാമ്യം കിട്ടി. ഇതിൽ ചില കേസുകളിൽ, ഉദാഹരണത്തിന് നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്തൊരു കേസുണ്ട്. 153A ചാർജ് ചെയ്തുകൊണ്ട്, വയർലെസ്സുമായി ബന്ധപ്പെട്ടൊന്നും അല്ല 153 ചാർജ് ചെയ്തുകൊണ്ട് ഈ വർഗീയത ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് സാധനമുണ്ട്. അതായത് ഞാൻ ചെയ്ത ഒരു വീഡിയോ, അത് ഞാൻ ഒരു പള്ളിയിൽ അച്ഛനുമായിട്ട് സംസാരിച്ചിട്ട് കൊടുത്തൊരു വീഡിയോ. അതിനെനിക്ക് ഹൈക്കോടതി ജാമ്യം തന്നു. ജസ്റ്റിസ് ബാബു ആയിരുന്നു. ഈ ജാമ്യം നൽകിക്കൊണ്ട് ആ കോടതിയുടെ വിധി വായിക്കണം. ആ വിധിക്ക് അത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആ വീഡിയോ കേട്ടു. ആ വീഡിയോ കേട്ടപ്പം ഈ വാർത്ത അവതരിപ്പിച്ച ആളുടെ ഉയർന്ന മതേതര ബോധമാണ് എനിക്ക് ബോധ്യമായത്. ഇതെങ്ങനെയാണ് കേസെടുക്കുന്നത് എന്ന് ചോദിച്ചാണ് ജാമ്യം തരുന്നത്. പക്ഷെ ആ കേസിൽ പോലും കണ്ടീഷനുണ്ട്. നമുക്ക് ജാമ്യം നൽകിയെന്ന് വെച്ചോളൂ. ആ കണ്ടീഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത്, വിക്ടിമിനെ അല്ലെങ്കിൽ സാക്ഷിയെ, വിറ്റ്നസിനെ നമ്മൾ ഭയപ്പെടുത്തരുതെന്നാണ്. നമ്മളവരെ അവരെ സ്വാധീനിക്കരുത്. ഇപ്പം ഞാൻ ഈ SC/ST കേസിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന സമയത്താണ്, സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും നമ്മുടെ പേരിൽ ഒരു കേസ് നിലനിൽക്കുകയാണ്, നമ്മൾ ജാമ്യത്തിലാണെങ്കിൽ ആ കേസിലെ പരാതിക്കാരൻ്റെ സ്ഥലത്ത് നമ്മൾ പോവാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ആകാൻ പറ്റും. അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആ കിറ്റക്സിൻ്റെ കിഴക്കമ്പലം നടന്ന ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ പങ്കെടുത്തപ്പം സത്യം പറഞ്ഞാൽ ജാമ്യത്തിലാണ് ഞാൻ. മറ്റേ ശ്രീനിജന്റെ കേസ്, MLA മണ്ഡലമാണ് ആ ഏരിയ. അന്ന് ശ്രീനിജനെ മനസ്സിൽ കരുതിക്കൊണ്ട്, പേര് പറയാതെ, കിറ്റക് സാബു പ്രസംഗം, ഞാൻ അവിടെ ആ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. അപ്പം നമ്മൾ അത്രമാത്രം കോടതികൾ നൽകുന്ന കണ്ടീഷൻ നമ്മൾ പാലിക്കണം. നമ്മൾ യഥാർത്ഥത്തിൽ നിരപരാധിയായിരിക്കാം, പക്ഷെ കോടതി ഒരു കണ്ടീഷൻ ഇമ്പോസ് ചെയ്താൽ അത് പാലിക്കണം. അപ്പം ഇവിടുത്തെ പല കണ്ടീഷനും, ഒന്ന് കോടതി ആദ്യം ഇമ്പോസ് ചെയ്ത കണ്ടീഷൻ നെന്മാറ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ കയറരുതെന്നാണ്. പക്ഷേ ഇയാളുടെ വക്കീൽ അപേക്ഷ കൊടുത്തു, സാധ്യമല്ല, തൊഴിൽപരമായിട്ട് പോകണം. അവസാനം നെന്മാറ പഞ്ചായത്തിൽ കയറരുതെന്നാക്കി. അപ്പോൾ ഇയാൾ നെന്മാറ പഞ്ചായത്തിൽ ഇയാളുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ, ഇവരുടെ വീടിൻ്റെ അയൽവക്കത്ത് വന്ന് താമസിക്കുകയാണ്. സ്വാഭാവികം, പഞ്ചായത്ത് അവിടെയാണല്ലോ. അതിർത്തിയിലാണല്ലോ. അവിടെ വന്ന് താമസിക്കുമ്പോൾ 45 ദിവസമായിട്ട് അവിടെ താമസിക്കുമ്പോൾ നഗ്നമായ ഈ ജാമ്യ വ്യവസ്ഥ ലംഘനമാണ്. ഈ വീട്ടുകാർ, ഈ കൊച്ച് അഖില എന്ന് പറയുന്ന മോളും
ഈ സുധാകരനും കൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ അപ്പോൾ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്ത് ജാമ്യം റദ്ദ് ചെയ്യാൻ പറയേണ്ടതാണ്. ഇയാൾ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു, ഇയാൾ അപകടമാണ്, ഇയാൾ ഭീഷണിപ്പെടുത്തി, ഇതിനിടയിൽ പലതവണ ഭീഷണിപ്പെടുത്തി. അപ്പോൾ സ്വാഭാവികമായും ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണ്, ജയിലിൽ അടയ്ക്കേണ്ടതാണ്. ഇതൊന്നും പോലീസ് ചെയ്തില്ല, അയാളെ ഉപദേശിച്ചു വിട്ടു. അത് ഒന്ന് അന്വേഷിക്കാൻ പോലും ചെയ്തില്ല പോലീസ്. കാരണം ഇയാളെ കുറിച്ച് അയൽക്കാർ പറഞ്ഞു കണ്ടില്ലേ, നല്ല ഷർട്ട് ഇട്ടുകൊണ്ട് ആരെങ്കിലും പോയി അവരെ ഇയാൾ ഭീഷണിപ്പെടുത്തും. അതുപോലെ ആളെല്ലാം കാണുമ്പോൾ റോഡിൽ ഇറങ്ങി ഇയാൾ വലിയ ബഹളവും പ്രശ്നം ഭീഷണിപ്പെടുത്തി നിൽക്കുകയാണെന്നാണ്. അങ്ങനെ ഒരാളെ പോലീസിന് ഇത് അറിയാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാലേ. ഇവിടെയാണ് പിണറായി വിജയനും കേരള പോലീസിനും ഈ രക്തത്തിൽ, ഈ പറയുന്ന സുധാകരൻ്റെയും അമ്മ ലക്ഷ്മിയുടെയും മരണത്തിൽ പങ്കുണ്ട്. നമ്മൾ സജിതയുടേത് വിടുക, കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കൊലപാതകങ്ങളും എല്ലാം പോലീസിന് അറിയേണ്ട നിർബന്ധമൊന്നുമില്ല. സജിതയുടെ കൊലപാതക സമയത്ത് അന്നും പരാതിപ്പെട്ടിരുന്നെന്ന് പറഞ്ഞു. 2000 ഇവന്റെ ഭീഷണിപ്പെടുത്തിയിരുന്നു. എങ്കിൽ പോലും പോട്ടെ, പോലീസ് ഇപ്പോൾ കൊല്ലൂന്ന് കരുതുന്നില്ല. ഇയാൾ കൊന്നു എന്ന് ഉറപ്പായി എന്നിട്ടും ഇയാൾക്ക് ജാമ്യം കിട്ടിയിട്ട് ആ ജാമ്യ വ്യവസ്ഥ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഭീഷണിപ്പെടുന്ന അറിയിച്ചിട്ട് പോലീസ് അനങ്ങിയില്ല എന്ന് പറയുന്നത് പോലീസിന്റെ ഭാഗത്തെ വീഴ്ചയാണ്. ഇത്തരത്തിൽ ജാമ്യത്തിൽ ഇറങ്ങുന്ന ആളുകളെ പോലീസ് നിരീക്ഷണത്തിലാക്കേണ്ടതല്ലേ ശരിക്കും? തീർച്ചയായിട്ടും അതെ. അമേരിക്കയിലൊക്കെ എങ്ങനെയാണെന്നറിയാം, അമേരിക്കയിൽ അവരുടെ ഇതിലൊരു സാധനം കയറ്റി വിടും, ഒരു ചിപ്പ് അടിച്ചു വിടും. എൻ്റെ ഒരു കൂട്ടുകാരൻ ചിപ്പിലായിരുന്നു ഇത്രയും കാലം. നാട്ടിൽ വരാൻ പറ്റത്തില്ല, അവരൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ചിപ്പിൽ ഇവർ കൃത്യമായിട്ട് ഇവർ എവിടെ പോയാലും മൂവ്മെന്റ്സ് ഉണ്ട്, എന്ത് ചെയ്താലും അവർക്കറിയാം. ജാമ്യം കിട്ടുന്ന മനുഷ്യനെ അപ്പം തന്നെ ജാമ്യ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചിപ്പാണ്. ഈ ചിപ്പ് അടിച്ച് വിട്ടിട്ട് ഇവിടെ കൊണ്ടുവരേണ്ടത് അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ ക്രിമിനലുകൾക്കെങ്കിലും. അല്ലാതെ ഇയാളൊരു മാന്യ മനുഷ്യനല്ലല്ലോ, ഇയാളൊരു പ്രശ്നക്കാരനും നിരന്തരമായി ആളെ ഭീഷണിപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും മതഭീഷണി മുഴക്കുകയും ചെയ്യുന്ന ഒരാളല്ലേ. അപ്പം ഇത് മാത്രമല്ല, ഈ ചിപ്പുള്ളവന് പിന്നെ അവിടെ പബ്ബിൽ കയറാൻ പറ്റത്തില്ല. എൻ്റെ കൂട്ടുകാരനെ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ പബ്ബിൽ കയറുന്ന അലമ്പുണ്ടാക്കി, ആ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, അത് ജാമ്യം കൊടുത്തപ്പോൾ ചിപ്പടിച്ചു വിട്ടു. അവന് ജീവിതകാലത്തിന് പബ്ബിൽ കയറാൻ പറ്റത്തില്ല ഇത് കഴിയുന്നത് വരെ. അമേരിക്ക സംഭവിച്ചതാ, അവിടെ കൃത്യം നിയമം നടപ്പിലാക്കുന്നത് കൂട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടത്, അയാൾ പോലീസിനെ ഉപയോഗിക്കുന്നത് അയാളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ സ്ത്രീകൾ സുരക്ഷിതരാണ് എന്നൊക്കെ അയാൾ കിടന്ന് പ്രസംഗിക്കും. ബോച്ചയോട് എനിക്ക് കടുത്ത വിയോജിപ്പാണ്, ബോച്ച ജയിലിൽ അടച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്, ബോച്ചയുടെ അശ്ലീലം നിന്നു. ഇപ്പം അതിനുശേഷം ബോച്ച അതിലെനിക്ക് കോടതിയുടെ പേര് ബഹുമാനമുണ്ട്. പക്ഷേ വളരെ നാടകീയമായി പ്രത്യേക പോലീസ് സംഘത്തെയൊക്കെ അയച്ച് വളരെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് രാവിലെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തി മണിക്കൂറുകൾ ചോദ്യം ചെയ്ത് ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി പിറ്റേ ദിവസം കോടതിയിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്ത് 5-6 ദിവസം ജയിലിൽ അടച്ചൊക്കെ നയാൻ മാത്രമുള്ള ഒരു ഗുരുതരമായ കുറ്റകൃത്യമാണോ? ഞാൻ പറഞ്ഞത് ഇയാളെ ഒതുക്കേണ്ടത് ആവശ്യമായിരുന്നു. അയാൾ നന്നായി ആ ശിക്ഷ കൊണ്ട്. എങ്കിൽ പോലും അങ്ങനെ കൈകാര്യം ചെയ്യുന്ന പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ ഉറങ്ങി കിടന്ന വിളിച്ചോണ്ട് വലിയ കൊടിയേട്ടി ക്രിമിനലിനെ പിടിച്ചോണ്ട് പോയത് നമ്മളെ പേരിൽ ഇവിടെ പോലീസ് നടത്തിയ പരാതി ഈ ഇവിടെ വന്നവർ കാണിച്ചത് അല്ല. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പൊ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമാണ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ എനിക്ക് കുമരകം പോലീസ് എടുത്തൊരു കേസിൽ, അതായത് എൻ്റെ ഒരു വാർത്തയുടെ പേരിൽ 4 കേസ് എടുത്തിരുന്നു പോലീസ്. എറണാകുളത്തും തിരുവനന്തപുരത്തും കോട്ടയത്തും സകലത്തും 6 കേസെടുത്ത്. അതിൽ പലതും പിൻവലിച്ചു, 2-3 കേസ് നിലനിന്നു. അതിലൊന്ന് കുമരകത്തെയായിരുന്നു. എൻ്റെ ആ കുമരകത്ത് ജാമ്യം തന്ന ജഡ്ജെടുത്ത വ്യവസ്ഥകളിലൊന്ന് എല്ലാ ആഴ്ചയിലും പോയി ഒപ്പുവെക്കണമെന്നായിരുന്നു. ഒരാഴ്ചയിലും. ഞാൻ ഈ തിരുവനന്തപുരത്തു നിന്ന് എല്ലാ ബുധനാഴ്ചയും, അതും കറക്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ട്, 11 മണിക്കും 1 മണിക്കും ഇടയിൽ ഒപ്പുവെക്കണമെന്ന്. അല്ല അതെ, ഞാൻ എത്ര കാലം ഞാൻ ഇവിടുന്ന് ഈ തിരക്കുകൾക്കിടയിലും ഞാൻ ഇവിടുന്ന് വെളുപ്പാൻ കാലത്ത് ബുധനാഴ്ച അവിടെ ചെന്ന് ഒപ്പുവെക്കുമായിരുന്നു. പിന്നെ കോടതി അത് മാറ്റി തന്നു. ഈ ഒരു വ്യവസ്ഥ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ അവൻ ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നല്ലോ. ആഴ്ചയിൽ എല്ലാ തിങ്കളാഴ്ചയും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒപ്പുവെക്കണമെന്നായിരുന്നു. ഇതിനിടെ അവൻ അവിടെ പോയി മത്സരിക്കുന്നു. എവിടെ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ഈ സമയത്ത് പോലീസ് ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തു. ഇവൻ തിങ്കളാഴ്ച ഒപ്പിടാൻ വന്നില്ല. ആ പിറ്റേ ദിവസം ചൊവ്വാഴ്ച തന്നെ പോലീസ് അപേക്ഷ കൊടുത്തു. അപ്പം എത്ര ഒരു കരുതലാണ് പോലീസിന്, എന്തൊരു ജാഗ്രതയാണ്. എന്നെ പൊക്കാൻ വേണ്ടി ഞാൻ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ടില്ല. ഈ വൃത്തികെട്ട ഭരണത്തിനെതിരെ, വൃത്തികെട്ട മുഖ്യമന്ത്രിക്കെതിരെ, വൃത്തികെട്ട സർക്കാരിനെതിരെ, വൃത്തികെട്ട പാർട്ടിക്കെതിരെ ഇന്ത്യൻ ഭരണഘടന എനിക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന ഒരു അവകാശം ഉപയോഗിക്കുന്നത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് 3000 പോലീസുകാരാണ് നിയോഗിച്ചത്. ഒരു ADGP, 2 DIG-മാര്, 2 SP-മാര്, 1 DIG, 2 SP-മാര്, അനേകം DYSP. സംസ്ഥാനത്തേക്ക് പോകുന്നത് എത്ര സംസ്ഥാനങ്ങളിൽ പോയി. എന്നോട് കർണാടകയിൽ നേഴ്സിംഗ് മറ്റേ UNA ഉണ്ടല്ലോ, അല്ല UNA, നമ്മുടെ
അസോസിയേഷന്റെ യുണൈറ്റഡ് നേഷൻസ്. അതിന്റെ കർണാടക യൂണിറ്റ് പ്രസിഡന്റ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരിക്കൽ ജാസ്മിൻ ഷായോടൊപ്പം കണ്ടപ്പോൾ അയാൾ പറയാണ് അയാളുടെ വീട്ടിൽ, ബാംഗ്ലൂരിലെ വീട്ടിൽ പോലീസ് സംഘത്തിന്ന്, കേരള പോലീസ്. ഞാൻ അയാളുടെ വീട്ടിൽ, ഞാൻ അയാൾ അറിയത്ത് പോലുമില്ല, ജീവിതകാലത്ത് അയാൾ ഞാൻ ടെലിഫോണിൽ സംസാരിച്ചിട്ട് പോലുമില്ല. ഞാൻ ഇപ്പൊ കാണുമ്പോഴാണ് അറിയുന്നത് കർണാടക ഇങ്ങനെ ഒരു നേഴ്സിംഗ് സംഘടന അവിടെ ഉണ്ടെന്ന്. അയാളുടെ വീട്ടിൽ ചെന്നു. അതുപോട്ടെ, എൻ്റെ ഒരു സുഹൃത്ത് ചാലക്കുടിയിൽ വെച്ച്, ചാലക്കുടിക്കാരൻ എൻ്റെ സുഹൃത്ത്, ഇംഗ്ലണ്ടിലെ നോട്ടിംഗ്ഹാം താമസം, ബൈജു എന്നാണ് പേര്, നല്ല മനുഷ്യൻ, ചാലക്കുടിയിൽ അവധിക്ക് വന്നു, മരിച്ചുപോയി. അപ്പം ഞാൻ ഷോക്കായിപ്പോൾ ഞാൻ ഇവിടുന്ന് ചാലക്കുടി പോയി. അപ്പം ഞാൻ ചാലക്കുടിക്ക് പോകുന്ന വഴിക്കാണ് രഘു എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ എന്നെ ടെലിഫോണിൽ വിളിക്കുന്നത്. എൻ്റെ പരിചയക്കാരനാണ്, ഞങ്ങളിതിൽ കണ്ടിട്ടില്ല. അപ്പം രഘു എന്നോട് ഞാൻ പറഞ്ഞു, രഘുവിന് വീട് അവിടെ പരപുരം കണ്ട. അപ്പം രഘുവിനോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ചാലക്കുടിക്ക് പോവുകയാണ്. അല്ല, രഘുവിന് വീട് ചാലക്കുടിയില്ല, പരപുരം ചാലക്കുടിയിലും കണ്ട. അപ്പം രഘു പറഞ്ഞന്ന് ഞാൻ അവിടെ വന്ന് കാണാമെന്ന് പറഞ്ഞു. രഘു എന്നെ അവിടെ വന്ന് കണ്ടു. ഞങ്ങൾ അങ്ങോട്ട് മാറി എന്ന് പറയാൻ വർത്താനം പറഞ്ഞു. ഏറ്റവും ആദ്യം പോലീസ് പരിശോധന നടത്തി രഘുവിന് വീട്ടില്ല. എനിക്കെതിരെ കേസ് വന്നപ്പോൾ ആളുണ്ട്. എനിക്കെതിരെ കേസ് വന്നപ്പോൾ പോലീസ് ആദ്യം പോയി പരിശോധിച്ചത് രഘുവിന് വീട്ടില്ല. രഘുവിന് കട്ടിലിന്റെ കീഴിലൊക്കെ കയറി നോക്കിയെന്ന് പറഞ്ഞു, ഞാനുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. എത്രയോ ബന്ധുക്കൾ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന പോലീസ് ഈ ശുഷ്കാന്തി. അതെ, അതുപോലെ തന്നെ ഈ നിലമ്പൂർ കേസിലെ കഥ അവിടെ വളരെ ഗൗരവമേറിയ നിലമ്പൂർ കേസുണ്ടല്ലോ. നിലമ്പൂർ കേസിൽ എനിക്ക് ഹൈക്കോടതി ഇത് നിലനിൽക്കത്തില്ല എന്ന് പറഞ്ഞ് ജസ്റ്റിസ് ബാബുവിന്റെ ബെഞ്ച് എനിക്ക് ജാമ്യം നൽകിയല്ലോ. ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ സുപ്രീം കോടതി പോയി. കയ്യിലെ കാശ് മുടക്കി കേരള സർക്കാർ സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതി തള്ളിയതാണ്. നമുക്ക് കാശ് മുടക്കൊന്നും പറ്റില്ല, കാരണം സുപ്രീം കോടതി നോട്ടീസ് പോലും അയച്ചില്ല. കേസ് അവിടെ പരിഗണിച്ചു. കേസ് പരിഗണിച്ച് ആ സെക്കൻഡിൽ തന്നെ ഞാൻ വക്കീലിനെ വെച്ചില്ല. കാരണം വെച്ചാൽ കേസ് എടുത്തിട്ട് നമുക്ക് നോട്ടീസ് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ പോകേണ്ടത്. കേസ് എടുത്തപ്പോൾ തന്നെ വേറെ പണിയൊന്നും ചോദിച്ചു സുപ്രീം കോടതി ആ കേസ് എടുത്തുകൊണ്ട് നമുക്ക് പിന്നെ മുടക്കൊന്നും വന്നില്ല. ഇവര് ഇങ്ങനെ ഒരു കൊല നടത്തിയവനെ ഈ രണ്ട് പേരുടെ പോയി ഈ ഭീഷണിപ്പെടുത്തിയിട്ട് നടപടിയെടുത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ ഇതിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയനും. അപ്പം സത്യം പറഞ്ഞാൽ ആ നെന്മാറ പോലീസ് സ്റ്റേഷനിലെ SHOയെ അവിടുത്തെ ചുമതലയുടെ സകല പോലീസ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തണം. കാരണം അവരുടെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. അത്രേ ഉള്ളൂ ഒരു വശത്ത്. രണ്ട്, ഒരു കുറച്ച് സഹതാപം പോലീസിനോടുള്ള ആളാണ് ഞാൻ ഈ പോലീസുകാരുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അവരുടെ ജോലി ഭാരം നമുക്ക് ഞാൻ പറഞ്ഞ വിദേശത്തൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റേഷന് എല്ലാവർക്കും 8 മണിക്കൂർ ഡ്യൂട്ടി ആണെങ്കിൽ 3 ഷിഫ്റ്റ് ഉണ്ടാവും. നമുക്ക് രാത്രിയും പകലും ഒരു SHO ഉള്ളൂ. 24 hours ജോലിയാണ്. 24 hours ജോലിയാണ്. ഇനി വില കൊലപാതകം നടന്ന, ഇനി ആത്മഹത്യ നടന്നാൽ ഈ SHO നേരിട്ട് ഇൻക്വസ്റ്റ് നടത്തണം. വേറെ പോലീസുകാരനെ വിട്ടാൽ പോരെ. ഇതിനൊക്കെ റാങ്കിങ് സിസ്റ്റം ഉണ്ട്. ഇനി VIP വന്നാൽ, മന്ത്രിമാർ കടന്നു പോയാൽ അതിനെല്ലാം ഇവരുടെ ഉത്തരവാദിത്വമാണ്. ട്രാഫിക് നിയന്ത്രണം ഇവരുടെ ഉത്തരവാദിത്തമാണ്. സർക്കാരിന് കാശില്ലാന്ന് പറഞ്ഞ് ട്രാഫിക് പിഴ ഈടാക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ കോടതി ഡ്യൂട്ടിയുണ്ട്. ഇങ്ങനെ 100,000 പണികളാണ് ഈ പോലീസ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇതിനൊന്നും നേരം കിട്ടിയെന്ന് വരത്തില്ല. എന്ന് മാത്രമല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രധാനമായും സർക്കാർ ഉപയോഗിക്കുന്നത് 2 കാര്യങ്ങൾക്ക്. പിണറായി സർക്കാർ, ഒന്ന്, അവരുടെ നേതാക്കളും അവരുടെ സഖാക്കളും എന്ത് വൃത്തികേട് കാണിച്ചാൽ അവരെ കുറ്റവിമുക്തരാക്കണം, അന്വേഷിച്ച് നിരപരാധികളാണെന്ന് കണ്ടെത്തണം. ഇതാണ് ദൗത്യം. ഇപ്പോൾ ഏതെങ്കിലും DYFI-കാരനോ CPM-കാരനോ കഞ്ചാവ് നടത്തി പിടിച്ചാലും അവനെ കുറ്റവിമുക്തി. ഞാൻ പറഞ്ഞില്ല, എരുമേലിയിൽ വളരെ സിമ്പിൾ പോലീസിൻ്റെ പ്രവർത്തന ഉദാഹരണം. എരുമേലി എൻ്റെ നാട്. എരുമേലി ഈ ശബരിമല സീസണിൽ തിരക്ക് കൂടുതലാണ്. ആ എരുമേലി ആ ഒരു 1 way കയറി വരുന്ന ആ അമ്പലത്തിൻ്റെ ഇപ്പുറത്തായിട്ട്, അതായത് സെൻറ് തോമസ് സ്കൂൾ കഴിഞ്ഞുള്ള ജംഗ്ഷനിൽ ഒരു പോലീസുകാരൻ മൊബൈൽ നോക്കി ഇങ്ങനെ നിൽക്കുക. അവിടെ ട്രാഫിക് ബ്ലോക്കായി. അയാൾ അറിയുന്നില്ല. അയാൾ അപ്പുറം മൊബൈൽ നോക്കി നിൽക്കുക. അപ്പോൾ അവിടെയുള്ള ഒരു പൊതുപ്രവർത്തകൻ അപ്പം നോക്കി കഴിയുമ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ അയാൾ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഇറങ്ങി. പ്രായമായ ഒരു ഓട്ടോറിക്ഷക്കാരൻ, അയാൾ ഗതാഗതം ക്ലിയർ ഉണ്ട്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു പയ്യൻ, ഒരു പൊതുപ്രവർത്തകനാണ്, വെൺകുഞ്ഞിക്കാരനാണ്. ഈ പയ്യൻ ഇതിന് വിഷ്വൽസ് എടുത്തു. ഈ പോലീസുകാരൻ മൊബൈൽ റോഡ് മുഴുവൻ കുളമായി കിടക്കുന്നു ഈ പറയുന്നത്. അപ്പത്തേക്ക് ഇയാൾ അരച്ചു കയറി വന്ന് ഇവനെതിരെ ബഹളം, പ്രശ്നം, ഇവനെ തോന്നുന്നു ഫോൺ മേടിക്കുന്നു. എന്നിട്ട് പോലീസിനെ SI വിളിച്ചു വരുത്തി, SHO വിളിച്ച് ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പോലീസിന് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഇവനെ കൊണ്ട് റിമാൻഡ് ചെയ്തു. അന്ന് കാഞ്ഞിരപ്പള്ളിയിൽ ജഡ്ജില്ലാത്തതുകൊണ്ട് ഈരാറ്റുപേട്ട കോടതി കൊണ്ട് റിമാൻഡ് ചെയ്തു. പിറ്റേ ദിവസം എൻ്റെ സുഹൃത്താണ്, നമ്മുടെ അവിടുത്തെ പൊൻകുന്നം ആ ഭാഗത്ത്, കോട്ടയം പൊൻകുന്നം പത്തനംതിട്ട ഭാഗത്തൊക്കെ കേസ് നടത്തി ബിനോയ് മങ്കന്താനം എന്ന് പറഞ്ഞൊരു വക്കീലുണ്ട്, ബിനോയ് ജോസ്. പുള്ളിയാണ്
പോയത്. പിറ്റേ ദിവസം ഈരാറ്റ് വിട്ടപ്പോൾ ജാമ്യം മേടിച്ചു കൊടുത്തു. പരാതിയായിട്ട് ഒരു സ്ഥലത്ത് കിടന്നു. അവനൊരു സ്ഥലത്ത് കിടന്നു. ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മുടെ പോലീസിന്റെ ശുഷ്കാന്തി. ഇവർക്ക് ഇങ്ങനെ ചിലരെ അവിടെയല്ല, അവിടെ പ്രശ്നം അതല്ല. അന്ന് ഈ രണ്ടുപേരുണ്ടായിരുന്നു. ഈ രണ്ടുപേരാണ് വീഡിയോ ചിത്രീകരിച്ചതും ആ പ്രശ്നം. രണ്ടുപേരെ പിടിച്ചോണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവൻ അവിടുത്തെ CPM കാരൻ, അവനെ വിട്ടു. ഈ CPM കാരനെ വിട്ടു, സല്യൂട്ടും കൊടുത്ത് അവനെ വിട്ടു. മറ്റേ പയ്യനെയാണ് കൊണ്ട് ജയിലിൽ അടച്ചത്. അപ്പം ഇങ്ങനെ പ്രവർത്തിക്കുന്ന പോലീസ് അവർക്ക് അതേ പറ്റൂ. CPM കാർ പറഞ്ഞ ചെയ്യണം ഒന്ന്. പിന്നെ നിരപരാധികൾ, ഇപ്പം മറുനാടനെ വേട്ടയാടിയതുപോലെ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച പോലെ നിരപരാധികളെ ഇവർക്ക് പ്രതിയാക്കി അവന്മാരെ ഈ ഇതിന് മാത്രമേ പോലീസിന് നേരമുള്ളൂ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തമാശയ്ക്ക് ചോദിച്ചാൽ ഇയാളെ പേരിന് ചെന്താമര ആയതുകൊണ്ടാണ് ആള് ചെന്താര ആയിരിക്കാം. ചിലപ്പോൾ ചോദിച്ചു, അങ്ങനെ സംശയം ചോദിച്ചാൽ അയാൾ അങ്ങനെ ആണോ എൻ്റെ അടുത്ത് ആലോചിച്ച് നോക്കി. ഇപ്പം ഒരു ക്രിമിനൽ, ഒരു സൈക്കോ ക്രിമിനലിനെ കൊലപാതകം നടത്തി ഒളിവിൽ പോയിട്ട് എവിടെയാന്ന് പോലീസിന് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഇതിനേക്കാൾ നാണക്കേടുണ്ടോ? നാടുവഴി ഇപ്പം ആയിരിക്കും ഇറങ്ങിയിരിക്കുകയാണ്. നാണക്കേടുണ്ടോ? അതായത് ഈ പോലീസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ പിടിക്കാൻ പറ്റത്തില്ല. ഈ മൊബൈൽ ഫോൺ ഇല്ലായിരുന്ന കാലത്ത് എത്രയോ കേസുകൾ അന്ന് അവർക്ക് ബുദ്ധിയുണ്ടായിരുന്നു. ഇന്ന് അവർ നേരമുണ്ട് ഈ മൊബൈൽ ഫോണിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നത്. ഈ എന്ത് എളുപ്പമാണെന്നറിയോ? ഞാൻ ഒളിവിൽ പോയ സമയത്ത് ഈ പോലീസിനെ കിട്ടിച്ചിട്ട് നമ്മൾ ഈ മൊബൈൽ ഫോൺ അവിടെ ഇവിടെയും കൊണ്ടുവന്ന് ഓണാക്കും. അങ്ങോട്ടും പോളും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൊബൈൽ ഫോൺ ഓണാക്കി. എനിക്ക് ഒരു വിവരം എടുക്കണമായിരുന്നു. നമ്മൾ ഒരാളെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ മൊബൈൽ ഫോൺ ഓണാക്കി. ആ മൊബൈൽ ഫോൺ ഓഫാക്കി. പിന്നെ കേരളത്തിൽ നിന്നുള്ള എല്ലാ ട്രെയിനിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ പോയി പരിശോധനയാണ്. ഇവന്മാർക്ക് മൊബൈൽ ഫോൺ അല്ലാതെ ഒരു ബുദ്ധി വിവേകമാർക്ക് ഇതുപോലത്തെ അത് ഞാൻ പറഞ്ഞേ. ഈ ഒരു സാധാരണ ക്രിമിനലായ ഒരു കൊലയാളി, ആ കൊലയാളി കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റും. പരസ്യമായി പ്രശ്നം ഉണ്ടാക്കിയ ഒരാളാണെന്ന് ഓർക്കണം അയാൾ. വല്ലാത്ത അവസ്ഥ. എന്നാലും ഇതിന്റെ ശാപം പിണറായി വിജയനും കിട്ടും. ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ പോലീസ് കുഞ്ഞുങ്ങളെ കരച്ചിലാണ് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. രണ്ട് പെൺകുട്ടികളാണ്. അവരെ ഭാവി എന്താ? അവൾ എത്ര കൃത്യമായിട്ട് എല്ലാവരും അമ്മയെ അച്ഛനെയും അച്ഛൻ്റെ അമ്മയെ അവൾ ഈ രണ്ട് പിള്ളേർ ഒറ്റയ്ക്കായിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, ഭയങ്കരമാണ്. അതേസമയം നിങ്ങൾ മറ്റേ വാർത്ത നോക്കണം, ഷെറിൻ്റെ കാര്യം. കാർണൂർ കൊലക്കേസിലെ പ്രതിയായിരുന്ന ഷെറിൻ, മരുമകളായിരുന്ന ഷെറിന് ഇനി ജയിൽ മോചനമായി. 14 വർഷം പൂർത്തിയാക്കി. നല്ല നടപ്പും സ്ത്രീയാണ് എന്ന പരിഗണന വെച്ചാണ് ഇനി ജയിൽ മോചനം. ഇതാണ് ഈ വധശിക്ഷ കൊടുക്കണമെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മൾ അന്ന് പറഞ്ഞ കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഗ്രീഷ്മയ്ക്കും ഇത് ബാധകമാകും. ജീവനായി കിട്ടിയാൽ മതിയല്ലോ. ഇതേ സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാരണവർ വധക്കേസിലെ ഇവളുടെ ചരിത്രം പരിശോധിക്കണം. ഷെറിൻ്റെ അവൾ സുന്ദരിയാണ്, ചിരിച്ചു കാണിക്കും. അവൾ എന്തിനാണ് കല്യാണം കഴിച്ചത്? അവൾ ഒരു കാശില്ലാത്ത വീട്ടിലെ പെണ്ണായിരുന്നു. അവൾ കല്യാണം കഴിച്ചത് ഈ കാരണവർ അമേരിക്കയിലായിരുന്നു. കാരണവരുടെ ഇളയ മകനാണ് ഈ ഭിന്നശേഷിക്കാരനാണ്. ആ ഭിന്നശേഷിക്കാരനായത് കാരണം കാരണവർ ഈ പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ ശരിയാക്കി. ഇവൻ്റെ കാശ് മാത്രമാണ് ആഗ്രഹിച്ചത്. അമേരിക്ക പോയിട്ട് അവിടെ എന്തൊക്കെ വിശ്വസിച്ചു ചാടിയത്. അതെ. അപ്പോൾ ഇവിടെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവൾക്ക് ഇതേസം 3 കാമുകന്മാരുണ്ടായിരുന്നു. ഇവൾക്ക് ഇയാളൊരുത്തിനെ കല്യാണം കഴിക്കുന്നു, 3 കാമുകന്മാരുണ്ടായിരുന്നു. ഈ 3 കാമുകന്മാര് ഈ വീട്ടിൽ വരും. ഇപ്പൊ ആ ഭർത്താവ് ഭിന്നശേഷിക്കാരനാണ്, ഈ വീട്ടിൽ വരും. ഇത് കണ്ടുപിടിച്ചു കാരണം അതിൻ്റെ വാശിക്ക് അയാളെ കൊന്നുകളഞ്ഞു. ഈ പറയുന്ന ഇവളുടെ ഈ അവിഹിത ബന്ധം ഈ കണ്ടുപിടിക്കുന്നതിൻ്റെ പേരിൽ ഈ കാരണവരെ കൊന്നുകളഞ്ഞു. ഒരു മനുഷ്യൻ്റെ ജീവനെടുത്തതാണ്. ഇത് പോലീസ് അപ്പം തന്നെ തെളിയിച്ചു. തെളിവുണ്ടായിരുന്നു. പറഞ്ഞത് കാരണം വീട്ടിനകത്തുള്ള ഒരാളുടെ സഹായം ഇല്ലാതെ ഇത് നടക്കില്ല എന്നാണ് പോലീസ് കണ്ടെത്തി. ചാനലിൽ അത് വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിരുന്നതാണ്. മോഷണ ശ്രമത്തിനിടെ ഇയാൾ കൊല്ലപ്പെട്ടു എന്നാണ് ആദ്യം വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. പക്ഷേ പോലീസ് അന്ന് ഒരു നല്ല എഫിഷ്യൻ്റ് പോലീസ് തന്നെ, അവർക്ക് മനസ്സിലായി വീട്ടിനകത്തുള്ള ഒരാൾ സഹായിക്കാതെ ഈ നടക്കില്ല എന്നുള്ള കാര്യം. എന്നിട്ട് ജീവപര്യന്തം വിധിച്ചു. ഓർക്കണം, 2009 കൊലപാതകം നടക്കുന്നത്. 2010 ശിക്ഷ വിധിക്കുന്നത്. കറക്റ്റ് 2010 ജൂണിൽ കറക്റ്റ് 14 വർഷം കഴിഞ്ഞപ്പോൾ ഇവളെ വിടുകയാണ്. ആദ്യത്തെ 6 വർഷം ആയപ്പോൾ തന്നെ 444 ദിവസം പരോള്. ആലോചിച്ച് നോക്കി. 6 വർഷത്തോടെ 446 ദിവസം എന്ന് പറയാം. ഏതാണ്ട് 1 വർഷത്തോളമായില്ലേ. ഒരു ഡോക്ടർ അവർക്ക് കുട പിടിച്ചു കുട പിടിച്ചാലേ ശരിയാവുള്ളൂ എന്ന് പറയുന്നു. അവളുടെ സൗന്ദര്യം പകരിക്കാൻ. അപ്പം എന്ന് മാത്രമല്ല, ഇവൾക്ക് പലതരം മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കൊടുത്തു. പലതവണ ജയിലിൽ പ്രശ്നമുണ്ട്. ഇവിടെ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ, പരോൾ അനുവദിക്കാൻ വേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ കേസും വന്നിരുന്നു. രാജ്മോഹൻ, നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ജയിൽ എന്ന് പറയുന്നത് ആ ഡോർ അങ്ങോട്ട് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംഭവിക്കുന്നത് ആർക്കും അറിയത്തില്ല. നമുക്ക് ജയിലിലേക്ക് ഈ ഡോർ വരെ പ്രവേശനമുള്ളൂ.
പിന്നെ അകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ അടക്കമുള്ളത് എല്ലാം അവിടെ മേടിച്ച് വെച്ച് നമ്മൾ കാണാൻ പോവുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാഹുൽ മാങ്കുട്ടത്തിനെ കാണാൻ പോയി. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഒരു ജയിൽ സന്ദർശനം രാഹുൽ മാങ്കുട്ടത്തിനെ കാണാൻ പോയതാണ്. അതുപോലും അവർ വെട്ടിലായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് യഥാർത്ഥത്തിൽ അവരെന്നെ കയറ്റത്തുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ എങ്ങനെ പോയെന്ന് വെച്ചാൽ, വളരെ പ്രമുഖരായ 2 പേര് രാഹുലിനെ കാണാൻ പോന്നു. അവരുടെ വണ്ടിക്ക് ഞാൻ പോയി. അപ്പോൾ ഇവർ പേര് പറഞ്ഞെങ്കിലും അവർ 3 പേര് എഴുതി വെക്കെങ്കിൽ ശ്രദ്ധിച്ചില്ല. എന്നിട്ട് ഈ പ്രമുഖൻ പോയിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത്, ഞാൻ അവരുടെ വണ്ടിയുടെ പുറകിലിരിക്കുന്നത്. പ്രമുഖൻ വണ്ടി ഓടിക്കുന്നു, പ്രമുഖൻ്റെ കൂടെയുള്ള ഒരാൾ മുമ്പിലിരിക്കുന്നു. ഞാൻ പറഞ്ഞിരിക്കുന്നത് മറ്റേ തന്നെ 1.25 കോടി രൂപ വിലയുള്ളൊരു വണ്ടിയാണ്. അപ്പം പ്രമുഖൻ്റെ വണ്ടി ജയിലിലേക്ക് എത്തുമ്പോൾ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം തന്നെ ഗേറ്റ് തുറന്നു വിട്ടു, കാണിച്ചു, എന്നെ കണ്ടിട്ടില്ല. അങ്ങ് അകത്ത് ജയിലിൽ ചെന്നു. ജയിലിൽ ചെന്ന് വണ്ടി ഒതുക്കിയിട്ട് വെളിയിറങ്ങിയപ്പോൾ എന്നെ കണ്ടപ്പം ആകെ എല്ലാവരും സ്റ്റണ്ടായി. അവർ കുഴപ്പത്തിലായി. കാരണം ഈ പ്രമുഖരെ കയറ്റിയിട്ട് ഇനി എന്നെ കയറ്റി വരുന്ന പ്രശ്നമാവൂലേ, പെർമിഷൻ കൊടുക്കില്ല. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഉടനടി ജയിലിൽ പോലീസ് അകത്തുനിന്ന് ഒരാൾ ഇറങ്ങി വരുന്നു, എന്നോട് അവിടെ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഈ പ്രമുഖരെ 2 പേരെയും പ്രമുഖനെയും കൂടുതലാളും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ എന്നെ അവർ അവഗണിച്ചില്ല. എന്നെ കൊണ്ട് സൂപ്രണ്ടിൻ്റെ മുറിയിൽ കൊണ്ടിരുത്തിയിട്ട് അങ്ങോട്ട് വിളിച്ച് കാണിച്ചു. കാരണം പെട്ടുപോയില്ലേ, ഇതിപ്പം ഞാനത് അറിഞ്ഞായിരുന്നു അവർ കയറ്റിവിടത്തില്ലായിരുന്നു, വന്നുപോയി, എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ദിവസം പോയിട്ടുള്ളൂ. നമ്മൾ എസ് സി പ്രദീപ് അന്ന് മറ്റേ കേസിൽ ജയിലിൽ കിടന്നു. നമ്മൾ അന്നാണ് ജയിലിനകത്ത് നമ്മൾ കയറുന്നത് ആദ്യമായിട്ട്. അപ്പൊ ഈ ബോച്ച ജയിലിൽ കിടന്നപ്പോഴേ ഇപ്പോൾ ഒരു DIG അവിടെ ജയിൽ സൂപ്രണ്ടല്ല സസ്പെൻഷനിലാണ്. പറഞ്ഞാണ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറി പിന്നെ അവരെ ലോകമാണ്, അവരുടെ ലോകം. അപ്പൊ ഈ ജയിൽ DIG, നിങ്ങൾ ബോച്ചയുടെ കാര്യം, ഈ അജയകുമാർ എന്നൊരു ഒരു ഇയാളാണ്. ഇയാളാണ് ഈ ഭൂലോക വൃത്തികെട്ടവനാണ്. അയാൾ ഈ പറയുന്ന ജയിലിൻ്റെ കൺട്രോൾ അയാളുടെ ഇല്ല, സഖാവാ. അപ്പോൾ ഈ മുതലാളിമാർക്ക് വേണ്ടി ഇടപെടി സ്വപ്നം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ DIGയുടെ കാര്യം, ഈ അജയകുമാർ. അതുകൊണ്ടാണ് ഞങ്ങളുടെ പേരെടുത്ത് തന്നെ പറയുന്നത്. അയാൾ ഭൂലോക വൃത്തികെട്ടവനാണെന്ന് സ്വപ്നം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് നടന്നു നിൽക്കട്ടെ. അപ്പോൾ ഈ ജയിലിൽ ഈ സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ വളരെ കുറച്ചേ വരാറുള്ളൂ. പലപ്പോഴും ആണുങ്ങളുടെ ഒരു വിഹാര കേന്ദ്രമാണ് ജയിൽ. പിന്നെ അട്ടക്കളങ്ങനെ പോലെ സ്ത്രീകൾക്ക് ജയിലുണ്ട്. ഈ ജയിലിൽ വരുന്ന സ്ത്രീകളിൽ ഭൂരിഭാഗം ഈ തെരുവിൽ നിന്ന് കൊണ്ടിരുന്നവരും മോഷണം പിടിച്ചു പറയും അങ്ങനത്തെ കേസുകളെല്ലാം ഈ സൗന്ദര്യമുള്ള സ്ത്രീകൾ, നമ്മുടെ ഗ്രീഷ്മയോ അല്ലെങ്കിൽ ഇവരോ അല്ലെങ്കിൽ നീനുവോ, അങ്ങനെ ഈ എന്താ പറയണത്, നല്ല ജീവിതം നയിച്ചിരുന്ന ആളുകൾക്ക്, ജയിലധികാരികൾക്ക് ഇത്തരത്തിലുള്ള സ്ത്രീകളെ കാണുമ്പോൾ ഒരു ഇളക്കം, ഒരു എന്താ പറയുന്നത്, ഒന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവരെ അങ്ങ് സഹായിക്കാനും സംരക്ഷിക്കാനുള്ള ആരും അറിയത്തില്ല. അവിടെ മൊബൈൽ ഫോണിലെ വിഷ്വൽസ് ഇല്ല, കണ്ടാലും തെളിവില്ല. ഇപ്പം ഞാൻ പറഞ്ഞ പണ്ടൊക്കെ പോലീസ് സ്റ്റേഷനിൽ പണ്ടൊക്കെ കയറുമ്പം ഉറപ്പായിട്ട് അടിയായിരുന്നു. അത് ജയിലിൽ. ഈ പോലീസ് സ്റ്റേഷൻ നമ്മളൊരു കേസിന് പോയുള്ള കുഴപ്പം, ഏത് കേസിന് നമ്മൾ അവിടെ ചെന്നാലും അവർ അടിക്കുമായിരുന്നു. അപ്പം ഈ രാഷ്ട്രീയക്കാരുടെ ഒരു വലിയ ഗുണമെന്ന് പറഞ്ഞാൽ വിളിച്ച് പറയും, നമ്മുടെ പയ്യനെ അടിക്കരുതെന്ന് പറയായിരുന്നു. അപ്പം പച്ചത്തെറി എങ്ങനെ വിളിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു പയ്യൻ, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത്, അവന് ബസ് ഡ്രൈവറാണ്, ഇച്ചിരി വിടാത്ത, അവന് ഇച്ചിരി മുടയുള്ളവനാണ്. അവൻ കൊണ്ട് പൊൻകുന്നം ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ബസ് അങ്ങോട്ട് നിർത്തുന്നതിന് മുമ്പ് ആളുകൾ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ അവൻ അങ്ങ് നിർത്തി, അകത്തോട്ട് ഒതുക്കിയിരിക്കുന്നതിന് മുമ്പ്. അപ്പോഴത്തേക്കും വഴി ഇച്ചിരി ബ്ലോക്കായി. ഒരു പോലീസുകാരൻ വന്ന് ഇവനോട് ഭയങ്കര ബലം പിടിച്ചു. ഉടനെ ഇവന് സാറെന്നൊരു കാര്യം ചെയ്ത് സാറെടുത്ത് ഒതുക്കിയിടാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് പിടിച്ചില്ല. ഇയാൾ പോയി SIക്ക് പരാതി കൊടുത്തു. ഷിൻഡോ എന്ന് പേരുള്ള 6 അടി പൊക്കമൊക്കെ ഉള്ളൊരു SI ആണ്. അപ്പോൾ ഇവൻ വണ്ടിയും കൊണ്ട് പോയല്ലോ, കോട്ടയത്തിന് പോയി. അപ്പം പിറ്റേ ദിവസം ഇവന് ഡ്യൂട്ടി ഇല്ല. പിറ്റേ ദിവസം രാവിലെ ഈ SI വണ്ടി തടഞ്ഞു. എവിടെയാണ്, എന്നേക്കാൾ വലിയൊരു പുള്ളി ഈ ബസ്സിലുണ്ടെന്ന് പറഞ്ഞല്ലോ, എവിടെയാണെന്നറിയാൻ പറഞ്ഞു. അപ്പോൾ അവനില്ല, നാളെ മര്യാദയ്ക്ക് വന്നേക്കണമെന്ന് പറഞ്ഞു. വലിച്ചു വണ്ടിക്കെടുത്തിട്ട് ഇവൻ എന്നെ വിളിച്ചു, പണിയായെന്ന് പറഞ്ഞു. ഞാൻ കയറി വിളിച്ചു, കുറേ കാലം മുമ്പാ. അപ്പോൾ എന്താ നിങ്ങളുടെ പരി? ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടുകാരൻ, എൻ്റെ പയ്യനാണ്. പിന്നെ ഞാൻ പറഞ്ഞു അതൊക്കെ പോലീസുകാരൻ കള്ളം പറഞ്ഞാണ്, അവൻ അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇയാൾ അടിക്കാൻ കൈ ധരിച്ചിരിക്കുക. ഞാൻ വിളിച്ച് പറഞ്ഞത് കൊണ്ട് ഇടിച്ചില്ല, പക്ഷെ ഇവനെ പറയാവുന്ന തെറിയൊക്കെ തെറി വിളിക്കാനൊക്കെ ഞാൻ അവരോട് പറഞ്ഞിരുന്നേടാ, തല്ലാതിരിക്കാൻ ഞാൻ ഒഴിക്കണം, പക്ഷെ തെറി കേട്ടോണം, മുട കാണിക്കാതെ മൊത്തം കേട്ടോണം എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഇടി ഇപ്പൊ പറ്റത്തില്ല, കാരണം ക്യാമറ വെച്ചിട്ടുണ്ട്. മാതൃകാ പോലീസ് സ്റ്റേഷനാണല്ലോ ഇപ്പൊ എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഇടി കൊടുക്കാത്തതിന്റെ ഒരു കുഴപ്പമുണ്ട്. കാരണം ഈ പറയുന്ന ചില ക്രിമിനലുകൾക്ക് ഇടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവന്മാർ പോലീസിന് മർമ്മം കൃത്യമായിട്ട് ഇടിക്കാനും അറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യം നടക്കുന്നതുകൊണ്ട് ജയിലിനുള്ളിൽ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ ഷെറിനെ പോലുള്ളവർക്കൊക്കെ ഇത്രയും പരിഗണിക്കണം. അവൾ അത്രയും ജയിലിൽ പ്രശ്നം ഉണ്ടാക്കി,
അവർക്ക് ഇത്രയധികം പരോള് കൊടുത്തു, വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് എല്ലാം കൊടുത്തിട്ടും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ, ആലോചിക്കണം, അതാണ് അതിന്റെ പ്രത്യേകത. മന്ത്രിസഭ അത് കറക്റ്റ് തികഞ്ഞപ്പോ ഒരു ദിവസം പോലും കാത്തിരിക്കുന്നില്ല. കൊലപാതകം നടന്നിട്ട് 16 വർഷമായുള്ളൂ, ശിക്ഷ വിധിച്ചിട്ട് 15 വർഷം തികഞ്ഞിട്ടില്ല. സാധാരണ ഗാന്ധി ജയന്തിക്കോ ജനുവരി 26-നോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ 14 വർഷം തികഞ്ഞപ്പോൾ അപ്പൊ ഈ 14 വർഷം ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കാരണം ആദ്യത്തെ 6 വർഷത്തിന് 444 ദിവസം, പിന്നെ പിന്നെ 8 വർഷമുണ്ട്, അവിടെയും പരോൾ കിട്ടി. അപ്പൊ അവള് കുറഞ്ഞത് ഒരു 2 വർഷം പരോൾ മിനിമം പുറത്തായി. അപ്പൊ ഇവള് 12 വർഷമേ കഷ്ടി ജയിലിൽ, ആ ജയിലിലും എങ്ങനെ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് മറ്റേ ജയിൽ സൂപ്രണ്ട് കൊട ചൂടിച്ച് നടത്തുമായിരുന്നു. അപ്പോൾ ഇവളെ മന്ത്രിസഭാ യോഗം ചേർന്ന് ഇവളെ റിലീസ് ചെയ്യണമെങ്കിൽ ഈ മന്ത്രിസഭയിലും പോലും ഇവളുടെ സൗന്ദര്യത്തിൽ വീണുപോയി കാണും. എതിർക്കാൻ പോലും ക്യാബിനറ്റ് യോഗത്തിൽ ആരും ഇല്ലായിരുന്നു, നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവളുടെ വീണുപോയി സജി ചെറിയാൻ ശുപാർശയായിരിക്കും, പറയാൻ പറ്റുന്നത് നാട്ടുകാരനാണ്. ഓ അത് ശരിയാണ്, നമുക്കറിയാൻ പറ്റത്തില്ല, കണക്ഷൻ എങ്ങനെ അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ക്രിമിനലുകൾ വളരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഷെറിന് സുഖമായി ജീവിക്കാൻ സൗകര്യമൊരുക്കി കൊടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ ഷെറിന് വീണ്ടും എത്ര കാമുകുമാരെ വേണമെങ്കിലും കൂട്ടാം, ആരെ വേണമെങ്കിലും കൊല്ലാം, ഫ്രീ ആയില്ലേ? ഫ്രീ ആയി. ചരിത്രത്തിന്റെ ഭാഗമല്ലേ? മന്ത്രിസഭാ യോഗത്തിൽ ഒരു ആളുടെ പേര് പരാമർശിക്കുമ്പോൾ തന്നെ അവരതിന്റെ ഭാഗമായില്ലേ? ഈ എങ്ങനെയാണ് ഇവിടെ ശരിയാവുന്നത്? ഇത് തന്നെ ഗ്രീഷ്മയ്ക്കും പറ്റും. ഗ്രീഷ്മയ്ക്കും കൊട ചൂടിക്കാൻ ഇടിയായിരിക്കും, ഗ്രീഷ്മയ്ക്കും പരോളിന് ബഹളമായിരിക്കും. മാത്രമല്ല പിന്നെ ഇവർക്കെല്ലാം തന്നെ ഒരുങ്ങാനൊക്കെയുള്ള സംവിധാനം ഉണ്ടെന്നല്ലേ പറഞ്ഞോ? ബ്യൂട്ടി പാർലറിന്റെ സംവിധാനം വരെ ഒരുക്കി കൊടുത്തല്ലേ പറഞ്ഞത്. ഈ ജഡ്ജി ബഷീർ, എന്താ ബഷീർ, ഈ ബഷീർ, ജഡ്ജി ബഷീറിനെ നമ്മൾ അംഗീകരിക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് വധശിക്ഷ കൊടുത്തത്. കാരണം 5-6 കൊല്ലമെങ്കിലും അവിടെ കിടന്നോളൂ, പരോളില്ലാതെ കിടക്കുക, പരോളില്ലാതെ കിടന്നു വളർത്തിട്ടാണ്. ഇല്ലെങ്കിൽ ഇവളെ പോലെ അനുഭവിക്കുന്നത് കാണുന്നതല്ലേ ഇയാള്. എന്തായാലും പിണറായിയുടെ കാലത്ത് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. പ്രതിപക്ഷത്തിന് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല, അവർക്കിതും വിഷയമേ ഇല്ല. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഞാൻ മുഖ്യമന്ത്രി, അവര് സുധാകരനെ പുറത്താക്കണം, എന്തൊക്കെ ആവശ്യങ്ങൾ. എന്തായാലും പിണറായി വിജയൻ ഒരു കാര്യം മറക്കരുത്, ഈ കാട്ടിക്കൂട്ടുന്നതിനൊക്കെ നിങ്ങൾക്ക് കിട്ടും. കാരണം ഒന്ന്, ഈ പറയുന്ന ആ കുട്ടികളുടെ നിലവിളി, അവരുടെ വേദന, അവരുടെ സങ്കടം, അവരുടെ കണ്ണുനീര്, അതിന് മറുപടി പറയേണ്ടി വരും, ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ഈ ഷെറിൻ്റെ സൗന്ദര്യത്തിൽ മതിമറന്ന് നിങ്ങൾ ഇങ്ങനെ അവളെ പുറത്തേക്ക് ഇറക്കി വിടുമ്പോൾ അത് തെറ്റായൊരു മാതൃകയാണ് നൽകുന്നത്. ഇതിനൊക്കെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും തീർച്ച. നന്ദി, നമസ്കാരം.